എന്തായാലും ഈ വഴിതടയൽ സമരം പണ്ട് മുതലേ CPM-ന്റെ ഒരു കുത്തകയാണ്. പലയിടത്തും ഒരു വഴി തടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നന്തൻകോട്ട് പണ്ട് വഴിതടയാൻ പോയ ഒരു വീട്ടമ്മ എതിർക്കാൻ വന്നതും ആ സ്ത്രീക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവരുണ്ടാക്കി വെച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കടകംപള്ളി എടുത്തിട്ട് പോലീസ് കടകംപള്ളി അതെ കടകംപള്ളി നട്ടോട്ടോടി അവസാനം കടകംപള്ളി സമസ്തവരാതെ ഏറ്റവും സമാനം പറയുടെ എന്നൊരു സംഭവം. അപ്പോൾ ഇതുപോലെ ഈ വഴിതടയാൻ ഇറങ്ങുന്ന ഇവരൊന്നും ചെയ്യാറ് ഒരു നടപടിയും സ്വീകരിക്കാറില്ല. ഇവർ അവസാനം ഒക്കെ അവരുടെ ഭരണം വരുമ്പോൾ എല്ലാ കേസിലെടുത്ത് ഇവരെ കളഞ്ഞ് അതങ്ങ് പോകും. ഏതായാലും ഇപ്പോൾ നമ്മുടെ മുൻ MLA ആലപ്പുഴ മുൻ MLA PP ചിത്തരഞ്ജനെ എഡിത്ത് ഓഫീസിന്റെ കൈ കൊണ്ട് തോറ്റതിന് തൊട്ട് പിന്നാലെ അടുത്ത പണി ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഈ വഴി തടഞ്ഞതിന്റെ പേരിൽ കോടതി പിരിയുമ്പോഴേ തടവ്. അതുപോലെ 1600 രൂപ പിഴ. അപ്പോൾ നമുക്കറിയാം ഈ ഹൈക്കോടതി ഇടപെട്ടിട്ട് കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് തിരക്കേറിയ റോഡ് തടസ്സപ്പെടുത്തരുത്, പൊതുഗതാഗതം തടസ്സപ്പെടുത്തരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, അങ്ങനെ ചെയ്യുന്നതിനെ നിരോധിച്ചിരിക്കുകയാണ്. വഴി തടഞ്ഞുള്ള സമരം നിരോധിച്ചതാണ്. അപ്പോൾ ഈ വഴി തടഞ്ഞുള്ള സമരം നിരോധിച്ച് കഴിഞ്ഞാൽ CPM-കാർക്കൊരു ഗുണമുണ്ട്. ഏത് കോടതി പറഞ്ഞാലും ഞങ്ങൾ ആ വഴി തടഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വഴി തടഞ്ഞ ഏതോ കേസ് ശിക്ഷിച്ചതിനാണ് MB ജയരാജൻ കോടതിയെ ചീത്ത വിളിച്ചത്. അല്ലേ? എന്താ കോർട്ടലക്ഷ്യമായി ജഡ്ജിമാര് ശുംഭന്മാരാണെന്ന് പറഞ്ഞു. കോർട്ടലക്ഷ്യമായി. അപ്പൊ ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നാണ് അർത്ഥം. ഓർമ്മയുണ്ടോ പണ്ട് SFI നേതാക്കന്മാര് നമ്മുടെ കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് VK ബാലിയുടെ കോലം കത്തിച്ച് എറണാകുളത്ത് കോലം കത്തിച്ചു ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്ത്. അതാണ്. അപ്പം ഈ ഹൈക്കോടതി വിധിയുണ്ട്. അതായത് ഫ്ലക്സ്, കൊടിതോരണങ്ങൾ, പൊതുസ്ഥലങ്ങളിൽ ഇതെല്ലാം അഴിച്ചു മാറ്റണം. ഇത് വെക്കുന്നവർ അതിപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേർക്ക് പലതവണ കോർട്ടലക്ഷ്യത്തിന് കേസ് വന്നതോടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിമാർ അവരും അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇത് മാറ്റുന്ന ഒരു നീക്കമുണ്ട്. ഇപ്പോൾ എനിക്കറിയാം പത്തനംതിട്ട ടൗൺ, നമുക്കറിയാവുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പത്തനംതിട്ട ടൗണിൽ പോസ്റ്റ് ഓഫീസുണ്ട്. അപ്പോൾ CPM ഭരിക്കുന്ന സമയത്ത് അവർക്ക് ആകെ സമരം കേന്ദ്രത്തിനെതിരെയാണ്. അപ്പോൾ ഇവരുടെ പരിപാടി ഈ പോസ്റ്റ് ഓഫീസ് റോഡ് മൊത്തം അങ്ങ് ബ്ലോക്ക്. എന്നിട്ട് ഈ പോസ്റ്റ് ഓഫീസിനും ടൗൺ ഹാളിനും ഇടയ്ക്കായിട്ട് ഇവർ പന്തലം എന്ന് പറഞ്ഞാൽ ഈ റോഡിന് കുറുകെ ഇവർ പന്തലങ്ങിടും. റോഡിന്റെ നടുക്കൂടെ പന്തലിട്ടിട്ട് ഈ റോഡിന്റെ നടുക്ക് മുഴുവൻ കസേര എടുത്ത് അവിടെ ഒരു വേദിയാക്കി ഇവർ രാപ്പകൽ സമരമാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ആരാന്നറിയോ? മന്ത്രി വീണ ജോർജ്. പോലീസിന്റെ പരിപാടി എന്താണെന്നറിയോ? പോലീസ് എന്താണ് ചെയ്യേണ്ടത്? പോലീസ് ഈ പന്തലും അടിച്ച് പൊളിച്ച് കളഞ്ഞേച്ച് വന്നിരിക്കുന്നതെല്ലാം അടിച്ച് പിടിച്ച് അകത്ത് കൊണ്ടുപോയി കേസും എടുത്ത് പറഞ്ഞു വിടുകയാണ്. പോലീസിന്റെ പരിപാടി പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ മുഴുവൻ അവിടെ തടയുക, 2 വഴി തിരിച്ചു വിടുക. അപ്പം ഞാനൊരു ദിവസം ഇത് കണ്ടുകൊണ്ട് ഞാൻ ഇവിടുത്തെ DYSP വിളിച്ചു ചോദിച്ചു, ഇത് അല്ല ഞങ്ങളത് കേസെടുക്കുമെന്ന്. ഞാൻ പറഞ്ഞു കേസെടുക്കാനല്ലല്ലോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെന്താണ് പറഞ്ഞിരിക്കുന്നത്? സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനാണ് നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ കേസെടുക്കാൻ ആണെങ്കിൽ ഇവർ 2 ദിവസം റോഡ് വാടകയ്ക്കെടുത്ത് ഇത് ചെയ്യുക. അതെ, അത് ഓർത്തോണം. എപ്പോഴാണ് ഇവർ ഈ പണി കാണിക്കുന്നത്? ഇവർ ഭരണത്തിലിരിക്കുമ്പോഴാണ്. ഭരണത്തിലിരിക്കുമ്പോഴെങ്കിലും ഇവർ ഇമാതിരി അല്ല, ഇതിനകത്തൊക്കെ എന്താണെന്നറിയാമോ? ഇതിനൊക്കെ എന്താ സംഭവിക്കുക? ഈ കോടതി വിധിയാണ്. ഇത് ഇങ്ങനെ ചെയ്താൽ കൂടുതലൊന്നുമില്ല, ഒരു പെറ്റി കേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കോടതി വിധി വരെ ഒരു തടവ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളോടുള്ള വെല്ലുവിളിയും നിയമ സംവിധാനങ്ങളുള്ള വെല്ലുവിളിയും ഇവർ തുറന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ. നിയമം ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ഭരണഘടന ബൂർഷകളുടേതാണ്, ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ബൂർഷ കോടതിയാണെന്നൊക്കെ പറഞ്ഞ ഇവര് തന്നെ നേരെ തിരിച്ച് സംഭവിക്കും. ഇതിപ്പോൾ ഈ ചിത്തരഞ്ജന്റെ കേസ് കഴിഞ്ഞ വർഷത്തെയാണ്. കഴിഞ്ഞ വർഷം ജനുവരി 17-ന് അതായത് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ ആശുപത്രി ജീവനക്കാരെ സംരക്ഷിക്കുക, അവരുടെ ശമ്പളം പരിഷ്കരിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ വഴി തടഞ്ഞത്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 പേരോട് ഉണ്ടായിരുന്നു. കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി PM വാഹിദും പ്രസിഡന്റ് NK രാമേന്ദ്രനും. ഇവർക്കാണ് 3 പേർക്കാണ് ഈ ശിക്ഷ വന്നിരിക്കുന്നത്. അതായത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി സെക്രട്ടേറിയറ്റിലേക്ക് ആണ് ഈ മാർച്ച് നടത്തിയത്. വൻതോതിൽ ഗതാഗത തടസ്സം. ഒന്ന് ആലോചിച്ച് നോക്കണം. തിരുവനന്തപുരം പോലൊരു സിറ്റിയിൽ ഈ പ്രാകൃത സമരങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ പ്രാകൃതമായ സമര രീതി. ഞങ്ങൾ തിരുവനന്തപുരത്ത് ക്ഷാമം എന്നറിയാമോ? രാജ്ഭവൻ മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്, നിയമസഭാ മാർച്ച്, AG's ഓഫീസ് മാർച്ച്, GPO മാർച്ച്, ഇവിടെ എവിടെ മാർച്ച് ഇവരെ നടത്തിയാലും പെരുവഴിയിലാവുന്ന ജനങ്ങളാണ്. മുമ്പൊരിക്കലും കോടതി വിധി അനുസരിച്ചാണ് ഇത് 11 മണിക്ക് ശേഷം ആക്കിയത്. അതുവരെ ഇവർ രാവിലെ വരെ തുടങ്ങുമായിരുന്നു. പിന്നെ ആർക്കും പഠിക്കാൻ പോകാനോ ഓഫീസിൽ പോകാനോ ഒന്നും ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അല്ല കോടതി വിധി വന്നത് 11 മണിക്ക് ശേഷം നടത്താൻ പാടുള്ളൂ. അല്ല, ഒരു കാര്യം, നമ്മൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്ന പരിപാടിയല്ല. നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് സമരത്തിനെതിരാണ്, നിങ്ങൾ ബൂർഷ്വാസികളാണ്. അത് ഒരിക്കലും അല്ല.
സമരം ചെയ്യണം. സമരം ചെയ്യുമ്പോൾ എന്താണ്, ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം സാധിക്കും. അല്ല, പണ്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു ശക്തി പ്രകടനം നടത്തും. അതിൽ ജനങ്ങളെ 3 മണിക്കൂർ വലച്ചു എന്നുള്ളതൊക്കെ അന്ന് വലിയ അഭിമാനകര നേതാക്കന്മാർ പറഞ്ഞത്. 3-4 അതെ, മണിക്കൂർ ജനം വഴി കുടുങ്ങി എന്നുള്ളത്. അതിനകത്ത് എത്ര അതൊക്കെ മാറി. ജീവിതങ്ങളാണ് എത്രയോ കുരുങ്ങിക്കിടക്കുന്നത്. പേര്, എത്രയോ പേര്. ആശുപത്രിയിൽ പോകേണ്ടവർ, പരീക്ഷ എഴുതാൻ പോകേണ്ടവർ, ഓഫീസിൽ പോകേണ്ടവർ, ചികിത്സ തേടുന്നവർ, എന്തൊക്കെ, പിന്നെ അന്യായ രോഗം ബാധിച്ചിട്ടുള്ളവർ, അവർക്ക് അതുപോലെ പക്ഷേ മരുന്ന് കഴിക്കാൻ ഇപ്പൊ പറ്റാത്ത. ഡൽഹി, നമ്മുടെ രാജതലസ്ഥാനത്ത് പാർലമെന്റ് മാർച്ച് നടത്താൻ പോകും. ഞാനും പാർലമെന്റ് മാർച്ച് നടത്താൻ കൊണ്ടുപോയിട്ടുണ്ട്. പാർലമെന്റ് മാർച്ച് നടത്തുന്ന എവിടെയാണ്? ജന്തർ മന്ദർ റോഡിലെന്ന് പറഞ്ഞാൽ അങ്ങനെ കേരള ഹൗസിന്റെ അടുത്ത്. പാർലമെന്റ് അവിടെ നിന്ന് എത്രയോ ദൂരെ അകലെയാണ്. അങ്ങനെ ഒരു സംഭവം ഇവര് വല്ല സ്റ്റേഡിയത്തിലോ വല്ല മാറ്റി ഒരു സ്ഥലം മാറ്റി വയ്ക്കണം, ഒരു സ്ഥലം മാറ്റി വെച്ചാൽ അവിടെ പ്രതിഷേധിച്ചിട്ട് പോയിക്കൊള്ളണം. അതല്ലാതെ ഡൽഹിയിൽ അവർക്ക് എതിർപ്പില്ലല്ലോ. ഡൽഹിയിൽ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആരാണെങ്കിലും ഈ പറഞ്ഞ ജന്തർ മന്ദർ വന്ന് പ്രതിഷേധിച്ചിട്ട് ഇതാണ് പാർലമെന്റ് മാർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഈ ശിക്ഷയൊക്കെ കുറഞ്ഞ ശിക്ഷയാണ്. കാരണം ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോടതിക്കകത്ത് നിന്നോളാൻ പറഞ്ഞു. അവിടെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുമ്പോൾ ഒരു ചെളുപ്പ് ഉളിപ്പും ഒക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ 1600 രൂപ പിഴയും അടച്ചു. അതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നമ്മൾ കയറി തടസ്സപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. എല്ലാവർക്കും ഓരോരായിട്ടുള്ള സഞ്ചാര മിനിമം 6 മാസമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്ന രീതിയിൽ ആ രീതിയിലേക്ക് ഇത് മാറണം. മാത്രമല്ല ഇത് ആ സഞ്ചാരം തടസ്സപ്പെടുന്ന സമയത്ത് റിമാൻഡ് ചെയ്യത്തക്ക രീതിയിലോട്ട് ഈ കാര്യങ്ങൾ പോകണം. ഇവരെ ജയിലിൽ അടയ്ക്കുക തന്നെ വേണം. അതാണ് വേണ്ടത്. ഇത് ഈ നേതാക്കന്മാരെയാണ് ജയിലിൽ അടയ്ക്കേണ്ടത്, അല്ലാതെ ഈ അണികളെ അല്ല. പ്രധാനപ്പെട്ട നേതാക്കളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കേരളത്തിൽ മാത്രമാണ് ഈ പ്രാകൃതമായ രീതിയിലുള്ള സമരം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സംസ്ഥാനത്തും ഇല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിന് പറ്റുന്ന. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ BMW ഏതോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മറ്റുമാണ് ഒരു വിദേശ കാർ കമ്പനിയുടെ അധികൃതർ ഇവിടെ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി കണ്ട് വന്നു. ഹോട്ടലിൽ താമസിച്ചു. രാവിലെ അവരിറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വണ്ടികൾ ഓടിച്ചിട്ട് എറിയുന്നു, കല്ലേറും, ബഹളം. അപ്പോൾ ഇവർക്കത് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത്, ഇത് ഹർത്താൽ എന്ന് പറഞ്ഞ കലാരൂപമാണ്, അത് കേരളത്തിന് മാത്രമുള്ളതാണ്. അന്ന് അപ്രതീക്ഷിത മിന്നൽ ഹർത്താൽ പ്രഖ്യാപിക്കുക. അവരതുവഴി അടുത്ത് പോയി. അടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ പോയി അവിടെ ഫാക്ടറി തുടങ്ങി. ഇതാണ് അവസ്ഥ ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു രീതിയാണിത്. കാരണം ഒരു കാരണവശാലും സമരം ചെയ്യുന്നത് നാട്ടുകാരെ നെഞ്ചത്ത് കയറിക്കൊണ്ടാണ്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ നേടിയെടുത്ത എല്ലാം സമരം ചെയ്താണ്, വെറുതെയാണ്. അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സിനിട്ട് എറിയുക, ബസ്സിന് സർക്കാർ വാഹനം തീ വയ്ക്കുക. ഇപ്പൊ അത് തന്നെ ചെയ്താലേ ആ ആള് പൈസ കൊടുക്കേണ്ടി വരും. സംഘടന പൈസ അല്ല, ഇന്നിപ്പോ നമുക്കറിയാമല്ലോ, ഇപ്പൊ കൊച്ചിയിൽ കൊറോ ഹെൽത്ത് എന്ന് പറയുന്ന IT കമ്പനി തൊഴിലാളികളെ പിരിച്ചുവിട്ടു, കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. ഈ പിരിച്ചു വിട്ട് കഴിഞ്ഞ സമയത്ത് ഇന്നലെ അവിടെ ചെന്നിട്ട് DYFIയുടെ നേതാക്കള് വലിയ മസിൽ പിടിച്ച് തുറന്ന് അകത്ത് കയറ്റി എല്ലാവരെയും അതിനകത്ത് കയറ്റി. ഇപ്പൊ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയ ഒരു പോസ്റ്റ് വായിച്ചു. അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ താല്പര്യത്തോടെ ചിലർ വന്ന് നിങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തി. നിങ്ങൾ ഒരു കാരണവശാലും അവരെ കൊടി പിടിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നിനും പോകരുത്. ഒരു മാധ്യമങ്ങളിലും ചെന്ന് പറയാൻ പോകരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ പിരിച്ചുവിട്ടാ തിരിച്ചെടുക്കത്തില്ല. പക്ഷേ നിങ്ങൾ വേറൊരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വരും. അപ്പോൾ എന്താണ്, നിങ്ങൾ ഇന്ന കമ്പനിയിൽ കൊടി പിടിച്ച് സമരം ഉണ്ടാക്കിയവരാണെന്ന് അറിഞ്ഞാൽ എടുക്കത്തില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന നിങ്ങളുടെ ബയോഡാറ്റയിൽ അവരത് പിന്നെ പാസ് ചെയ്യും. മറ്റു കമ്പനികൾക്ക് ഇത് പാസ് ചെയ്യാനുള്ള സാധ്യത. അപ്പം നിങ്ങളുടെ തൊഴിൽ പോകും. ഈ വന്ന നിന്നവന്മാർ കയ്യടിയും മേടിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ ഇനി ഒരു കമ്പനി പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ. എന്നിട്ട് ഈ എല്ലാവരും ഓഫീസിനകത്ത് കയറ്റിട്ട് എന്ത് സംഭവിച്ചു? അവിടെ വീട്ടിൽ പോലെ അല്ല, എന്തൊരു പ്രഹസനമാണ് സജി എന്ന് ചോദിച്ച പോലെ. ഇതൊരു വല്ലാത്ത പ്രഹസനമാണ്. ഒന്ന് ആലോചിച്ച് പോയി. ചുമ്മാതിരുന്ന ഒരു കമ്പനി അവരുടെ 800 തൊഴിലാളികളെ പിരിച്ചുവിടുന്ന കമ്പനി നഷ്ടത്തിലായി, അവർ പിരിച്ചുവിട്ടു. അപ്പോൾ വെറുതെ അല്ല അവർ പിരിച്ചുവിട്ടത്, ലേബർ കോഡിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് പിരിച്ചുവിടുന്നത്. അപ്പോൾ ഇവർ പൊടുന്നനെ പിരിച്ചുവിട്ടു എന്നുള്ളത് പ്രശ്നമാണ്. പക്ഷെ അപ്പോഴും ഇതിനകത്ത് നിയമമുണ്ട്. 2.5 മാസത്തെ ശമ്പളം അഡ്വാൻസ് കൊടുത്താൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്യാം ആളിനെ. അതാണ് പുതിയ നിയമങ്ങൾ, അങ്ങനെയാണ് ഫയർ ചെയ്യാം. അതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ AI കടന്നുവരവോടുകൂടി ഈ IT മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞു. കാരണം 10 പേർക്ക് ചെയ്യാനുള്ളത് AI ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? 9 പേരുടെ തൊഴിൽ നഷ്ടമാകും. ഈ AI ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രം ഒരാളോട്ട് മതി. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിടത്താണ് യുവമാർ പൊക്കി പിടിച്ചോണ്ട് ചെന്നിരിക്കുന്നത്. അല്ല, ഇവിടുന്ന് ജോലി നഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് യുവമാരെ നേതാക്കന്മാരെ മക്കൾ നടത്തുന്ന IT സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കും. അല്ല, യുവമാര് ചെല്ലുന്നു, യുവമാരെ യുവന്ന ഓടിയും പിടിച്ചോണ്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരുത്തനും എടുക്കത്തില്ല. പിന്നെ എടുക്കുകയല്ല, നിങ്ങളുടെ ബയോഡാറ്റയിലും നിങ്ങളുടെ പെർഫോമൻസിലും നിങ്ങളെക്കുറിച്ചുള്ള എൻക്വയറിയിലും എല്ലാം ഇത് വരും. ഇങ്ങനെ പോകാന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വഴി തടഞ്ഞ് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ആ നാട്ടുകാരെ ശാപവും പ്രാക്കും എല്ലാം ഏറ്റുവാങ്ങി ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഈ പോകുന്ന ആൾക്കാർക്ക് മൊത്തം ഇത് സന്തോഷമാണെന്നാണ്. ഈ വഴി ശാപിച്ചിട്ടായിരിക്കും പോണത്.
എല്ലാ ആൾക്കാരും നന്ദിക്ക് വിളിച്ചിട്ടാണ് പോകുന്നത്. അത് എത്ര വലിയ ഏത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരാണെങ്കിലും ഈ ഏത് പറഞ്ഞവൻ രാഷ്ട്രീയത്തിലും ഇവിടെ നിന്ന് കേരളത്തിന് വെളിയിലോട്ട് ചെല്ലുന്നു. ഇതിനകത്ത് ഇവിടെ വഴി തടഞ്ഞ് വലിയ സമരം നടത്തുന്നവന്മാർ കേരളത്തിന് വെളിയിൽ അത്യാവശ്യമായിട്ടൊരു ഭാര്യയും മക്കളുമായിട്ട് ഒരു വഴിയിൽ ഇവൻ കുടുങ്ങുക, ഇവൻ തെറി വിളിക്കും, ഉറപ്പല്ലേ? ഉറപ്പായിട്ട് തെറി വിളിക്കും. ആരെ വിളിക്കും? അവിടെ നിൽക്കുന്നവന്മാരെയൊക്കെ വിളിക്കും. അപ്പോൾ ഈ ഒരു നിൽപ്പ് ശിക്ഷ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും ഒരു പുത്തരിയുള്ള ഒരു കാര്യമല്ല. പുത്തരിയല്ല. അപ്പൊ എന്താണെങ്കിലും ഇത്രയെങ്കിലും വന്നത് ഒരു താക്കീതായി തന്നെ നീങ്ങട്ടെ. തുടർന്നും ഇതുപോലെയുള്ള വിധികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. കാരണം പൊതുജനത്തിന് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ഏത് ശിക്ഷിക്കുക. രാഷ്ട്രീയക്കാരനായാലും വേണ്ടില്ല. കാരണം പൊതുജനങ്ങളെ മറന്നുകൊണ്ട് ജനങ്ങളെ ശത്രു സ്ഥാനം നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു കുറ്റവും ചെയ്യാത്ത നമ്മളെ പെരുവഴിയിലിട്ട് വട്ടം ചുറ്റിക്കുന്ന ഇവർക്ക് ഇതുപോലുള്ള ശിക്ഷ ഇത് പോരാ. മിനിമം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 മാസമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ നിയമം ഭേദഗതി ചെയ്യണം.